മുമ്പ് ഞാൻ ക്രിസ്തുവിന്റെ വിരോധിയായി, ഞാൻ ക്രിസ്തുവിന്റെ സഭയെ പീഡിപ്പിച്ചു, ഞാൻ ദൈവവിദ്വേഷിയായി. എന്നാൽ ദൈവം എന്നെ പ്രത്യേകമായിട്ട് തിരഞ്ഞെടുക്കുകയും അവിടുത്തെ സഭയിലെ വലിയ ശുശ്രൂഷകനായിട്ട് എന്നെ മാറ്റുകയും ചെയ്യുന്നു. പൗലോസ് അപ്പോസ്തലൻ തന്റെ ജീവിതത്തിൽ ലഭിച്ച ഈ വലിയ അനുഗ്രഹം ഹൃദയപൂർവ്വം ഏറ്റെടുക്കുന്നു. നമ്മുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ പലപ്പോഴും ദൈവത്തിന് എതിരായിട്ട് നമ്മൾ നടന്ന വഴികളും സമയങ്ങളും, എന്നാൽ ദൈവം ഇതെല്ലാം മാറ്റിവെച്ച് അളവില്ലാതെ നമ്മളെ സ്നേഹിക്കുകയും നമുക്ക് വേണ്ടി അവിടുത്തെ കൃപകൾ ചൊരിയുകയും ചെയ്യുന്നുണ്ട്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന വലിയ കൃപ നമുക്ക് പ്രത്യേകമായിട്ട് ഓർക്കാം. അതുപോലെ ഇന്ന് നമ്മൾ കൃത്യമായിട്ട് ബലിയർപ്പിക്കുമ്പോൾ നമ്മുടെ ജോസേട്ടന്റെ ഫാദർ പീറ്റർ സ്റ്റീഫൻ, അദ്ദേഹത്തിന്റെ മരണത്തിന്റെ വാർഷികം നമ്മൾ കൃത്യമായിട്ട് അനുസ്മരിക്കുന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ സ്നേഹിതർ ഫ്രാൻസിസ്, അതുപോലെ തന്നെ സൈമൺ ആന്റണി, ഇവിടെ നമ്മൾ കൃത്യമായിട്ട് ഓർക്കുകയും അവർക്ക് വേണ്ടി കുർബാനയിൽ നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നമ്മുടെ ഈ ബലി ഒരുക്കത്തോടെ അർപ്പിക്കുന്നതിനായിട്ട് നമ്മുടെ സകല പാവങ്ങളും കർത്താവിന്റെ ഏറ്റുപറയുകയും അവിടുത്തെ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും സർവശക്തനായ ദൈവം കനിഞ്ഞ് പാവങ്ങൾ പുറത്ത് നമ്മളെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയെ പൂർണ്ണ ഹൃദയത്തോടെ സേവിച്ച് അങ്ങയുടെ സ്നേഹത്തിനും കാരുണ്യത്തിനും പാത്രീഭവിക്കുവാൻ ആഗ്രഹിക്കണമേ. അങ്ങയുടെ കൂടെ പരിശുദ്ധാത്മാവുമായ ഐക്യത്തിൽ എന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവ് ഞങ്ങളുടെ പുത്രനുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുള്ളയമേ. ആമേൻ. ഒന്നാം വായന പുറപ്പാടിന്റെ പുസ്തകത്തിൽ നിന്ന്. മോശ ദൈവമായ കർത്താവിനോട് കാരുണ്യം യാചിച്ചുകൊണ്ട് പറഞ്ഞു, കർത്താവെ, വലിയ ശക്തിയോടും കരബലത്തോടും കൂടെ അങ്ങ് തന്നെ ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന അങ്ങയുടെ ജനത്തിനെതിരെ അങ്ങയുടെ ക്രോധം ജ്വലിക്കുന്നതെന്ത്? അവിടുത്തെ ദാസന്മാരായ അബ്രഹാത്തെയും ഇസഹാക്കിനെയും ഇസ്രായേലിനെയും ഓർക്കണമേ. നിങ്ങളുടെ സന്തതികളെ ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ ഞാൻ വർദ്ധിപ്പിക്കും. ഞാൻ വാഗ്ദാനം ചെയ്തിട്ടുള്ള ഈ നാട് മുഴുവൻ നിങ്ങളുടെ സന്തതികൾക്ക് ഞാൻ നൽകും. അവർ അത് എന്നേക്കും കൈവശമാക്കുകയും ചെയ്യും എന്ന് അവിടുന്ന് തന്നെ ശപഥം ചെയ്ത് പറഞ്ഞിട്ടുണ്ടല്ലോ. കർത്താവ് ശാന്തനായി തന്റെ ജനത്തിനെതിരായുള്ള തീരുമാനത്തിൽ നിന്ന് അവിടുന്ന് പിന്മാറി. ദൈവവചനമാണ് നാം കേട്ടത്. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ തിമോത്തിയോസിനെ എഴുതിയ ലേഖനം. വാത്സല്യമുള്ളവനെ, എന്നെ ശക്തിപ്പെടുത്തുന്ന നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിന് ഞാൻ നന്ദി പറയുന്നു. എന്തെന്നാൽ തൻ്റെ ശുശ്രൂഷയ്ക്കായി എന്നെ നിയമിച്ചുകൊണ്ട് അവൻ എന്നെ വിശ്വസ്തനായി കണക്കാക്കി. മുമ്പ് ഞാൻ അവനെ നിന്ദിക്കുകയും പീഡിപ്പിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്തുവെങ്കിലും എനിക്ക് കരുണ ലഭിച്ചു. കാരണം അറിവില്ലാതെ അവിശ്വാസിയായിട്ടാണ് ഞാൻ പ്രവർത്തിച്ചത്. പാപികളിൽ ഒന്നാമനാണ് ഞാൻ, എങ്കിലും എനിക്ക് കാരുണ്യം ലഭിച്ചു. അവതാരം ചെയ്തവനേ വിശുദ്ധ ലൂക്കാ എഴുതിയ സുവിശേഷം. അക്കാലത്ത് ചുങ്കക്കാരും പാപികളുമെല്ലാം യേശുവിന്റെ വാക്കുകൾ കേൾക്കാൻ അടുത്തു വന്നുകൊണ്ടിരുന്നു. ഫരിസേയരും നിയമജ്ഞരും പിറുപിറുത്തു, ഇവൻ പാപികളെ സ്വീകരിക്കുകയും അവരോടുകൂടെ ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്നു. അവൻ അവരോട് ഈ ഉപമ പറഞ്ഞു, നിങ്ങളിൽ ആരാണ് തനിക്ക് 100 ആടുകൾ ഉണ്ടായിരിക്കുകയും അവയിൽ ഒന്ന് നഷ്ടപ്പെട്ടാൽ 99 മരുഭൂമിയിൽ വിട്ടിട്ട് നഷ്ടപ്പെട്ടതിനെ കണ്ടുകിട്ടുവോളം തേടിപ്പോകാത്തത്? കണ്ടുകിട്ടുമ്പോൾ സന്തോഷിച്ച് അതിനെ തോളിലേറ്റുന്നു. വീട്ടിലെത്തുമ്പോൾ അവൻ കൂട്ടുകാരെയും അയൽവാസികളെയും വിളിച്ചുകൂട്ടി പറയും, നിങ്ങൾ എന്നോടുകൂടെ സന്തോഷിക്കുവിൻ, എന്റെ നഷ്ടപ്പെട്ട ആടിനെ കണ്ടെത്തിയിരിക്കുന്നു. അതുപോലെ തന്നെ അനുതാപം ആവശ്യമില്ലാത്ത 99 നീതിമാന്മാരെ കുറിച്ച് എന്നതിനേക്കാൾ അനുഭവിക്കുന്ന ഒരു പാപിയെ കുറിച്ച് സ്വർഗത്തിൽ സന്തോഷമുണ്ടാകുമെന്ന് നിങ്ങളോട് ഞാൻ പറയുന്നു. ഏത് സ്ത്രീയാണ് തനിക്ക് 10 നാണയം ഉണ്ടായിരിക്കുകയും അതിലൊന്ന് നഷ്ടപ്പെട്ടാൽ വിളക്ക് കൊളുത്തി വീട് അടിച്ചുവാരി അത് കണ്ടുകിട്ടുവോളം ഉത്സാഹത്തോടെ അന്വേഷിക്കാത്തത്? കണ്ടുകിട്ടുമ്പോൾ അവൾ കൂട്ടുകാരെയും അയൽവാസികളെയും വിളിച്ചുകൂട്ടി പറയും, എന്നോടുകൂടെ സന്തോഷിക്കുമേ, എന്റെ നഷ്ടപ്പെട്ട നാണയം വീട് കിട്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ അനുദപിക്കുന്ന ഒരു പാപിയെ കുറിച്ച് ദൈവത്തിന്റെ ദൂതന്മാരുടെ മുമ്പിൽ സന്തോഷമുണ്ടാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു.
ക്രിസ്തുവിന്റെ സുവിശേഷമാണ് നാം കേട്ടത്. നമുക്ക് ശരിക്കും സുവിശേഷത്തെ കുറിച്ചുള്ള യേശുവിന്റെ സങ്കല്പം നമുക്ക് ശരിക്കും മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ദൈവത്തിന് അറിയാത്ത എന്തെങ്കിലും ഉണ്ടോ? ദൈവത്തിന് അറിയാത്ത എന്തെങ്കിലും ഉണ്ടോ? ദൈവത്തിന് അറിയാത്ത എന്തെങ്കിലും ദൈവത്തിന് അറിയാത്ത എന്തെങ്കിലും പാവത്തെ കുറിച്ച് അറിയില്ല. അതെ, ദൈവത്തിന് നമ്മള് പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, യേശു ബാക്കി എല്ലാ കാര്യങ്ങളും അറിയില്ല, പക്ഷെ പാവത്തെ കുറിച്ച് യേശു അറിയില്ല. അത് ശരിയാണ്. അത് നമുക്ക് വാക്കുകൾ നമ്മുടെ ഒരു സാധാരണ ഇത് വെച്ച് നോക്കുമ്പോഴേ ദൈവത്തിന് അറിയാത്ത എന്തെങ്കിലും. അതെ, ഈ ദൈവത്തിന് അറിയാത്ത ഒരു സയൻസാണ് മാത്തമാറ്റിക്സ്, കണക്കൂട്ടാണ്. ദൈവത്തിന് ഈ ഫാഷൻ അല്ലെങ്കിൽ ഡിസൈൻ, എഞ്ചിനീയറിംഗ്, ഇതൊക്കെ വളരെ മനോഹരമായിട്ട് നമ്മൾ ഈ പ്രകൃതിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ ദൈവത്തിന്റെ കരവിരുത് നമുക്ക് വളരെ സുന്ദരമായിട്ട് നമുക്ക് അനുഭവിച്ചറിയാനായിട്ട് സാധിക്കും. പക്ഷെ ദൈവത്തിന് അറിയാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് കണക്ക് കൂട്ടാനായിട്ട്. ദൈവം ഈ മാത്തമാറ്റിക്സ് കണ്ടുപിടിച്ച മനുഷ്യനാണ് എനിക്ക്, ബാക്കി മിക്കവരല്ല. ദൈവം ഇങ്ങനെ സ്വതവേ സൃഷ്ടിച്ചെടുക്കുക. ആളുകളില് ഒരു തെമ്മാടി, ആ 3 ആൺകുടിച്ച് ഒരു തെമ്മാടി വിചാരിച്ച് ഇനി ഈ ആട്ടിന്റെ കൂട്ടത്തിൽ ജീവിച്ച കാര്യമില്ല. അതുകൊണ്ട് ഞാൻ ഈ പറയുന്നത്, ആ ഇടയൻ 99 ഒന്നാണോ പുറത്ത് പണിക്ക് പുറത്താക്കി അതിന് പിണ്ടം വെച്ച് അത് ഞാൻ പുറത്താക്കി പറയും. പക്ഷെ ദൈവം പറയുന്നത് ആരെയും പണിക്ക് പുറത്താക്കാൻ, അല്ലെങ്കിൽ ഈ ദൈവത്തിന്റെ കാഴ്ചപ്പാടില് ഒന്ന് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് നമ്മള് ഈ രണ്ടാമത്തെ ഉപമയിലേക്ക് വരുമ്പോൾ ഇത് നഷ്ടപ്പെട്ടു പോയ നാണയത്തിന്റെ ഉപമയാണ്. കണക്ക് കൂട്ടാൻ അറിയാൻ പാടില്ല. ദൈവത്തിന് ഈ ഒരു പ്രൊപ്പോർഷൻ അനുസരിച്ച് പ്രവർത്തിക്കാൻ സാധിക്കുന്നില്ല. ദൈവത്തിന് ഒരു ലോഡ് പോയ ആടിനെ അത് നമ്മൾ ഉപേക്ഷിച്ച്, നഷ്ടപ്പെട്ടു പോയ മകനെ ഉപേക്ഷിച്ച് നമ്മൾ സ്വസ്ഥമായിട്ട് ജീവിക്കും. എന്നാൽ നഷ്ടപ്പെട്ടു പോകുമ്പോൾ മനസ്സില് ഒരിക്കലും ഒതുക്കാനാവാത്ത ഒരു വലിയ വേദനയോടുകൂടി ജീവിക്കുന്ന ഒരു പിതാവിന്റെ ചിത്രമാണ് നമ്മൾ ഈ സുവിശേഷത്തിലൂടെ ദൈവത്തെക്കുറിച്ച് നമുക്ക് കിട്ടുന്നത്. നമുക്കറിയാം, നമുക്ക് നമ്മുടെ ജീവിതത്തിലെ ഒരു പ്രധാനപ്പെട്ട സാധനമോ അല്ലെങ്കിൽ ഒരു വ്യക്തിയോ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോകുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഒരു വലിയ ശൂന്യത കടന്നു, ഒരു വലിയ ഉത്കണ്ഠ കടന്നു. നമ്മുടെ പ്രിയപ്പെട്ട മകനോ മകളോ ആരെങ്കിലുമൊക്കെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവുകയാണെങ്കിൽ സ്നേഹമുള്ള മാതാപിതാക്കൾക്ക് അടങ്ങിയിരിക്കാൻ സാധിക്കും. TV-യിൽ ന്യൂസ് കൊടുക്കും, പത്രത്തിൽ ന്യൂസ് കൊടുക്കും, പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് ഫോട്ടോ കൊടുക്കും. ഇങ്ങനെ ഒരാളെ കാണുവാണെങ്കിൽ ഞങ്ങൾ അറിയിക്കണമെന്നൊക്കെ പറയും. അപ്പം ഇതുപോലെ ഒരു ഭയങ്കരമായിട്ടുള്ള ഉത്കണ്ഠയോടുകൂടി കാത്തിരിക്കുന്ന ഒരു ദൈവത്തിന്റെ ചിത്രം നമുക്ക് ഈ സുവിശേഷത്തിൽ നമുക്ക് വായിച്ചെടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ നമ്മുടെ മനസ്സിലും നമ്മുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്കിതുപോലെ ഒരു നഷ്ടബോധം നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും നമ്മൾ അനുഭവിക്കാനായിട്ട് സാധിക്കും. നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മളെ വഞ്ചിച്ച് ഇറങ്ങിപ്പോകുമ്പോഴത്തേക്ക് ഇതൊരു നഷ്ടപ്പെട്ടു പോകുന്ന ഒരു മനസ്സിന്റെ സകലവിധമായിട്ടുള്ള പ്രയാസങ്ങളുമാണ് ഈ സുവിശേഷത്തിലൂടെ കാണിക്കുന്നത്. അപ്പൊ നമുക്കറിയാം, നമ്മുടെ നാട്ടില് ഇവിടെ വേൾഡ് ട്രേഡ് സെന്റർ തകർന്നപ്പോ ഇവിടെ ഉണ്ടായിരുന്ന അമേരിക്കയിൽ ജീവിച്ചിരുന്ന സകല മനുഷ്യർക്കും ആ മനസ്സിലൊരു ഭയങ്കരമായിട്ടുള്ളൊരു ശൂന്യത തോന്നിയത്, ഒരു വലിയ ശൂന്യത, ഒരു വലിയ വിടവ്. 2 ഗോപുരം തകർന്നു വീണതല്ല, പക്ഷെ ആ ഗോപുരത്തിനുള്ളില് കുടുങ്ങിപ്പോയ അനേകായിരങ്ങളുടെ ജീവിതം അനേകരുടെ ജീവിതത്തില് വലിയൊരു ശൂന്യതയായിട്ട് വന്ന് വീഴുന്നുണ്ട്, ഒരു വലിയ സങ്കടമായിട്ട് വന്ന് വീഴുന്നുണ്ട്. ഒത്തിരി പ്രിയപ്പെട്ടവര് നഷ്ടപ്പെട്ടു പോയതിന്റെ ഒരു വലിയ സങ്കടം അനുഭവിക്കാനായിട്ട് സാധിക്കുന്നു. ഈ രാജ്യം മുഴുവൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സത്യമാണ്. അപ്പൊ ശരിക്കും ആകുലതയും നമ്മുടെ മനസ്സിലുണ്ടാകും. നമ്മള് മത്തായി സുവിശേഷം വായിക്കുമ്പോൾ വളരെ വ്യക്തമാണ്. യേശു തന്റെ മാതാപിതാക്കളുടെ കൂടെ ജെറുസലേം ദേവാലയത്തില് തിരുനാള് നടന്നപ്പോൾ യേശു അവിടുത്തെ ശാസ്ത്രജ്ഞന്മാരോട് തർക്കിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ അവർ പറയുന്നത്, മകനെ, നീ ഞങ്ങളെ സങ്കടപ്പെടുത്താൻ മാത്രം നമ്മളിന്ന് ഈ സുവിശേഷം വായിക്കുമ്പോൾ ഇന്നത്തെ ജീവിതമായിട്ട് ആരുമില്ലാതെ അവൻ വഴിയരികിൽ നിൽക്കുന്ന ഒരു വെറും പതിനായിട്ടുണ്ട്, ആരെ സഹായിക്കാനില്ലാത്ത മനുഷ്യനായിട്ടുണ്ട്. അപ്പൊ നമുക്ക് ദൈവം നമ്മുടെ കൂടെ ഇല്ലെങ്കിൽ നമുക്കിതുപോലെ വിശപ്പും ദാഹവും നമ്മുടെ ജീവിതത്തിലും വീടില്ലാത്ത അനുഭവവും വലിയ ശൂന്യതയും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു. അപ്പൊ നമുക്ക് കൃത്യമായിട്ട് പ്രാർത്ഥിക്കാം, ഈ ദൈവത്തിന്റെ വലിയ സ്നേഹം നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരുവാൻ, ആ ദൈവത്തിന്റെ സമ്പൂർണ്ണത നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുവാനായിട്ട് നമുക്ക് കൃത്യമായിട്ട് പ്രാർത്ഥിക്കാം.